ഇതേ ലെവലിൽ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ലൈൻ ചെയ്തു, അതിൻ്റെ കോർണറിൽ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ബോർഡറിലേക്ക് ഹംസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹംസാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഹംസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നേരത്തെ കൊടുത്ത അതേ സൈസിലുള്ള പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കൊടുത്തതുപോലെ ലൈന് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ഒരു 3 ലൈനാണ് ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പ്രഷർ കൊടുത്ത് ലൈൻ സെറ്റ് ചെയ്യുക. ഫെയ്ഡാവുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഡോട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ പെറ്റൽസ് എന്ത് ചെയ്തു, നന്നായിട്ട് ബോൾഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഒരു ഫ്ലവർ കൂടെ സെറ്റ് ചെയ്യാം. വീണ്ടും ഈ ഒരു കോർണറിൽ എന്ത് ചെയ്തു, സ്പൈറൽ ചെയ്ത് കൊടുത്തു. വീണ്ടും ഹംസ് സെറ്റ് ചെയ്യാം. വീണ്ടും സെയിം പെറ്റൽസ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്യാം. സെയിം ഷെയ്ഡിങ് തന്നെ ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ലൈറ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. ശേഷം നേരത്തെ ചെയ്ത് അതേ ലെവലിൽ ബോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവർ കൂടെ ഇതേപോലെ തന്നെ ഇവിടെയും കൂടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫിംഗറിൻ്റെ ടിപ്പ് ഫില്ല് ചെയ്യണം അല്ലേ? അപ്പം ടിപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെവലിൽ ഒരു 2 ലൈൻ സെറ്റ് ചെയ്യാം. 2 ലൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്ത് കൊടുത്തു, ഹംസ് ചെയ്ത് കൊടുത്തു. ഹംസിൽ ഡോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ശേഷം ഈ ഒരു ടിപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതേപോലെ ഔട്ടർ ലൈൻ വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ലെവലിൽ ടിപ്പ് ഫില്ല് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഹംസിന് എന്ത് ചെയ്തു, നന്നായി ബോൾഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈനൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇവിടെ നമുക്കൊരു സർക്കിൾ, നമ്മൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരു ഹാഫ് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെക്ക് ബോക്സാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത്, ലൈന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡിലേക്കും ലൈൻ ചെയ്യാം. നമ്മൾ ബോക്സ് കോളം വരഞ്ഞു കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഓരോ കോളം വിട്ടിട്ട്, ഓരോ ബോക്സ് ഇടവിട്ട് അതിലേക്ക് ഡോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് പ്രഷർ കൊടുത്താൽ ആ ഒരു ചെറിയ ബോക്സ് ഫില്ലായി കിട്ടും. ഇങ്ങനെ ഓരോ ബോക്സും ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ലൈൻ കൂടെ സെറ്റ് ചെയ്യുക. പിന്നെ ഹംസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹംസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പെറ്റൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്, ഫ്രിൽസ്. ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഡോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പെറ്റലിനും ഡോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പെറ്റലിൻ്റെ അകത്തായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു
ഫിംഗേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഒരു ലൈന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതിൽ ഡ്രോപ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലാൻഡിങ് ആയിട്ട് ഡ്രോപ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിൽ ഡ്രോപ്സ് സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ ലെവലിൽ ചെയ്ത് കൊടുക്കുക.